അങ്ങനെ ബാംഗ്ലൂരിലേക്ക് ഒരു ട്രെയിനിൽ ആദ്യമായിട്ടാണ് ഞാൻ AC-യിൽ കയറിയപ്പോ പുതപ്പും വരിയും ഒക്കെ ഉണ്ടായിരുന്നു. കിടന്നുറങ്ങണ നേരായ കാരണം ഇയാണ് നല്ല പോലെ. ഏകദേശം രാത്രി 11:45 ഞങ്ങൾ ട്രെയിൻ കയറിയത്. AC കൂടാതെ തന്നെ നല്ല തണവുണ്ടായിരുന്നു. അത് കാരണം നല്ല ജലദോഷം. 9 മണിയോട് കൂടി നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ട്രെയിൻ ഉണ്ടായിരുന്നില്ല. അത് കാരണം തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പ് വരെയായിരുന്നു ട്രെയിൻ. അവിടേക്ക് പോകാൻ വേണ്ടി നമ്മൾ ആദ്യം പോയത് മെട്രോ. അങ്ങനെ മെട്രോയിൽ കയറി നമ്മൾ നമ്മുടെ സ്ഥലം ഒരുപാട് ലേറ്റ് ആയ കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ റൂമൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ ലഗേജുകളൊക്കെ ഒന്ന് ഇറക്കി. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ മലയാളികൾ നടത്തുന്ന ഒരു ഷോപ്പ് ഉണ്ട്. അവിടുന്ന് നമ്മൾ നല്ല ഉഗ്രനായിട്ട് രാവിലത്തെ ചായ കുടിച്ചു. ഒരാള് പൂരി മസാല, ഒരാള് പൊറോട്ടയും മൈലക്കറി, 2 ആള് ദോശ. ഇയാനാണെങ്കിൽ ദോശ ഭയങ്കര ഇഷ്ടമായ കാരണം ഞാൻ എപ്പോഴും ദോശയാണ് കേട്ടോ. ഇതിന് മുമ്പ് ഒരു വട്ടം നമ്മൾ ബാംഗ്ലൂർ ഇതുപോലെ വന്നിട്ടുണ്ട്. സെയിം ലൊക്കേഷനിലേക്ക് തന്നെയാണ് ആദ്യം വന്നത്. അടുത്തും റൂമൊക്കെ ഫുള്ളായിരുന്നു. വന്ന പ്ലേസ് മജസ്റ്റിക്കിലാണ്. അടുത്തുനിന്നായിട്ട് തന്നെ ഒരു റൂമാണ് ഓം ശക്തി എന്ന് പറഞ്ഞത്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ മലയാളികളുടെ ഈ ഹോട്ടലിൽ വരുന്ന അടിപൊളി ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഒരു ആശ്വാസം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ എത്തിയത് ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. അങ്ങനെ ഫ്രഷ് ആയി പുറത്തു പോവാം.